ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ LGS മാതൃകാ പരീക്ഷാ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് 20 ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ സമയക്കുറവ് മൂലം 20 ക്വസ്റ്റ്യനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നാണ്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്ന്? ഉത്തരം ഓപ്ഷൻ സി, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏത്? ഓപ്ഷൻ ബി, പ്ലേഗ് ബോണസ്. പ്ലേഗ് ബോണസിനെ ചൊല്ലിയാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നത്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏത് സംവിധാനത്തിന് ബദലായാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ സി, പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി, ഡെറാഡൂൺ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ, കല്ലടയാർ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, കാൽബൈശാഖി. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം. ഓപ്ഷൻ ഡി, ടോക്കോഫെറോൾ. അടുത്ത ചോദ്യം, സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി, 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം നിവർന്നതും മിഥ്യയുമായിരിക്കും. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ബി, വിറ്റാമിൻ കെയുടെ കുറവ് മൂലമാണ്. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി, കർണാടക. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ സി, ഹാർഡിഞ്ച് പ്രഭു. അടുത്ത ചോദ്യം, ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി, ഉത്തരാഖണ്ഡ്. ദി ഫണ്ടമെന്റൽ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ്. ദി ഫണ്ടമെന്റൽ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 32. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം.
ഓപ്ഷൻ ഡി പണിയർ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയൻ നദി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയൻ നദി ഏത്? ഓപ്ഷൻ സി കാവേരി. വിജ്ഞാനോദയം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വിജ്ഞാനോദയം എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. 2024 യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി. 2024 യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി. ഓപ്ഷൻ എ ജർമ്മനി. 2023 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ കായികതാരം. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ കായികതാരം. ഓപ്ഷൻ ഡി എം ശ്രീശങ്കർ. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടമെന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടമെന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ നാഗാലാൻഡ്. അവസാനത്തെ ചോദ്യം. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം. കേരളത്തിലെ 14ാം പഞ്ചവത്സര പദ്ധതി ഏതു വർഷം മുതൽ ഏതു വർഷം വരെയാണ്? ഓപ്ഷൻ ബി 2022 മുതൽ 2027 വരെ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നിലനിൽക്കുന്ന ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.